നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ കർക്കിടകം ചിങ്ങം രാശികളിലെ ശുക്രസഞ്ചാരം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. 2025 ആഗസ്റ്റ് 20-ന്, അതായത് ചിങ്ങം 4-ന് ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 25 ദിവസങ്ങൾക്കു ശേഷം സെപ്റ്റംബർ 14-ന് ചിങ്ങം 29-ന് ചിങ്ങം രാശിയിലേക്കും പകരുകയാണ്. ശുക്രനാണ് ഏറ്റവും കുറച്ച് ദോഷഫലങ്ങൾ നൽകുന്ന ഗ്രഹം. 6, 7, 10 എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ശുക്രൻ വിപരീത അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത്. കർക്കിടകം ചിങ്ങം രാശികളിലെ ശുക്രസഞ്ചാരം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം. ആഗസ്റ്റ് 20-ന് ശുക്രൻ കർക്കിടകം രാശിയിലേക്കും സെപ്റ്റംബർ 14-ന് ചിങ്ങം രാശിയിലേക്കും പകരുന്നു. മേടക്കൂറുകാർക്ക് ഈ മാറ്റങ്ങൾ രണ്ടും അനുകൂലമാണ്. 4-ാം ഇടത്തിലെ സഞ്ചാരം മനസുഖത്തിനും ഗൃഹസ്വസ്ഥതയ്ക്കും കാരണമാകും. അതുപോലെ തന്നെ തൊഴിലിടത്തിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കം മാറും. സൗഹൃദം ദൃഢമാകും, പ്രത്യേകിച്ചും സ്ത്രീ സൗഹൃദം. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നിരത്തിലിറക്കാനാവുന്നതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും പാരിതോഷികമായി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. നവീന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനിടയുണ്ട്. ധനപരമായും ഉന്നതിയുണ്ടാകും. സാമ്പത്തികമായ മെച്ചം വന്നുചേരും. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ഭാവനയും ക്രിയാത്മകതയും ഉയരും. പ്രണയികൾക്ക് സന്തോഷിക്കാൻ അവസരം കൈവരുന്നതാണ്. സാമൂഹികമായ അംഗീകാരമുണ്ടാകും. സന്താനങ്ങൾക്ക് പഠനം, ജോലി സംബന്ധിച്ച ഉയർച്ച പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകൈര്യം 1, 2 പാദങ്ങൾ. ഇടവക്കൂറുകാർക്ക് 3, 4 രാശികളിലായി ശുക്രൻ സഞ്ചരിക്കുകയാൽ ജീവിതം കൂടുതൽ സുഗമവും സ്വച്ഛന്തനവുമാവും. കുടുംബാംഗങ്ങളുടെ, വിശേഷിച്ച് സഹോദരിമാരുടെ അനുകൂല നിലപാടുകൾ ഗുണം ചെയ്യും. എല്ലായിടത്തു നിന്നും സഹായ സഹകരണം വേണ്ടുവോളം കിട്ടുന്നതാണ്. കാര്യനിർവഹണത്തിൽ തടസ്സങ്ങളുണ്ടാവില്ല. സമ്പത്തിൽ ഉയർച്ചയുണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് സ്വീകാര്യത കൈവരുന്നതാണ്. പ്രണയികൾ വിവാഹ തീരുമാനത്തിലെത്തിയേക്കാം. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കും. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ സമ്മാനമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. വസ്തു വാങ്ങുന്നതിനും ഗൃഹനിർമ്മാണം തുടങ്ങാനും സാധ്യത കാണുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയിൽ വേതന വർധനവ് പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങൾ പുതുക്കാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് വീട്ടിനടുത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈര്യം 3, 4 പാദം, തിരുവാതിര, പുണർദം 1, 2, 3 പാദം. മിഥുനക്കൂറുകാർക്ക് ജന്മരാശിയിൽ നിന്നും 2, 3 ഭാവങ്ങളിലേക്കാണ് ശുക്രന്റെ മാറ്റം. അനുകൂല ഫലങ്ങൾ ജന്മരാശിയിൽ എന്ന പോലെ ശുക്രന് കർക്കിടകം ചിങ്ങം രാശികളിൽ സഞ്ചരിക്കുമ്പോഴും നൽകാനാകും. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ പുരോഗതി വന്നെത്തും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ശോഭിക്കുന്നതാണ്. സംസാര ശൈലി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കും. കലാസാഹിത്യ രംഗം പുഷ്ടിപ്പെടും. വാഹനം ഇല്ലാത്തവർക്ക് പുതുവാഹനം വാങ്ങാനായേക്കും. കഴിവിനനുസരിച്ച് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ ഉത്സുകതയുണ്ടാകും. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കും. ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നതാണ്. ഉന്നതരുടെ പിന്തുണ കിട്ടുന്നതുമൂലം സ്ഥാനലബ്ധി ഉണ്ടാകും. സ്ത്രീകളുടെ സഹായം കൂടുതലായി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങും. പ്രണയബന്ധങ്ങൾ മുട്ടിടാനുള്ള സാഹചര്യം കാണുന്നു. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് 12-ാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്കും 2-ാം ഭാവത്തിലേക്കും ശുക്രൻ സഞ്ചരിക്കുന്നു. ഭോഗസുഖം വർദ്ധിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ മുട്ടിടാനുള്ള സാഹചര്യം കാണുന്നു. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കിടയിൽ ഐക്യം കൂടും. ദാമ്പത്യത്തിലും സന്തോഷവും സ്വസ്ഥതയും നിറയുന്നതാണ്. കർക്കിടകക്കൂറുകാർക്ക് കലാപഠനത്തിൽ ഉയരാൻ കഴിഞ്ഞേക്കും. ജോലിയിൽ സമാധാനമുണ്ടാവും. ബിസിനസ് വിപുലീകരിക്കുന്നതിനായി വേണ്ടപ്പെട്ടവരുമായി കൂടിയാലോചന നടത്തുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ്. കലാപരമായുള്ള മികവ് തെളിയിക്കാനുള്ള അവസരമുണ്ടാകും. മൂടി പിടിപ്പിച്ച വീട്ടിൽ താമസിക്കാനുള്ള സാഹചര്യം കാണുന്നു. ധനം കയ്യിൽ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു. മധുരമായ സംഭാഷണ ശൈലി വ്യക്തിത്വത്തെ ആകർഷകമാക്കും. വില കൂടിയ പാരിതോഷികങ്ങൾ ലഭിക്കാം. പൊതുവെ പറയുകയാണെങ്കിൽ ജീവിത സാഹചര്യം ഉയർന്നേക്കും. ഭൗതികതയിൽ മുഴുകുന്നതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം 1-ാം പാദം. ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ 11-ാം ഇടത്തിൽ നിന്നും 12-ാം ഇടത്തിലേക്കും പിന്നീട് ജന്മരാശിയിലേക്കും സഞ്ചരിക്കുന്നു. 11-ൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ സർവ്വവിധത്തിലുള്ള അഭീഷ്ടങ്ങളും നൽകുന്നു. 12-ലാകുന്ന സമയത്ത് ഗുണഫലങ്ങളുണ്ട്. എന്നാലും ചില പരിമിതികളും കൂടി പ്രതീക്ഷിക്കാം.
ദൂരദിക്കുകളിൽ കഴിയുന്ന വേണ്ടപ്പെട്ടവരുടെ സ്നേഹം ഉപഹാര രൂപത്തിൽ ലഭിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്കായി ധനം ചെലവ് ചെയ്യും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നേക്കാം. പ്രിയപ്പെട്ടവർക്ക് വിലപിടിച്ച ആടയാഭരണങ്ങളും പാരിതോഷികങ്ങളും വാങ്ങി നൽകും. വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നം സ്വന്തമായി വാങ്ങാനുള്ള സാധ്യത കാണുന്നു. കൈവായ്പകൾ മടക്കി നൽകാൻ അവസരം വന്നെത്തും. കുടുംബസമേതം വിനോദയാത്ര നടത്താം. ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഭോഗസുഖങ്ങൾ ഏറും. പ്രണയികൾ ഭാവി സംബന്ധിച്ച പ്രധാന തീരുമാനത്തിലെത്തും. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതായിരിക്കും. ദാമ്പത്യം സ്നേഹപൂർണമാവും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും ലാഭം വന്നു തുടങ്ങുന്നതാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ. മിഥുനത്തിൽ ശുക്രൻ സഞ്ചരിച്ച കാലം 10ാം ഇടമാകയാൽ കന്യകൂറുകാർക്ക് ഗുണകരമല്ല. ആഗസ്റ്റ് 20-ന് ശുക്രൻ 11ാം ഇടത്തിലേക്ക് മാറുന്നത് വളരെ ഗുണം ചെയ്യും. ഇക്കൂട്ടർക്ക് സുഖഭോഗം ഭവിക്കും. പ്രണയം വിജയകരമാവും. ആത്മവിശ്വാസം എല്ലാ രംഗത്തും സ്ഫുരിക്കുന്നതാണ്. വിലപിടിച്ച പാരിതോഷികം ലഭിക്കും. തൊഴിൽ വളർച്ച പ്രതീക്ഷിച്ചതിലും അധികമാവും. സൗഹൃദം മെച്ചപ്പെടുന്നതാണ്. ബന്ധുകലഹങ്ങൾ അവസാനിച്ചേക്കും. ബിസിനസ് വിപുലീകരിക്കാൻ സാധിച്ചേക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനും വേതന വർധനവിനും സാധ്യത കാണുന്നു. കലാപ്രവർത്തനത്തിന് കൂടുതൽ സമയം മാറ്റിവെക്കാനാവും. പുതുവാഹനം വാങ്ങിയേക്കും. മനസുഖം കുറയില്ല. ഗാർഹികാന്തരീക്ഷം പിന്തുണയ്ക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ 12ാം ഭാവത്തിൽ സഞ്ചരിക്കും. എന്നാലും നേട്ടങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം. മംഗളകർമ്മങ്ങൾക്കായി ചെലവുണ്ടായേക്കും. ശുഭകാര്യങ്ങൾക്ക് യാത്രകൾ വേണ്ടിവരും. ഗൃഹം പുതുക്കാനായി തീരുമാനിക്കും. ക്ലേശിക്കുന്നവർക്ക് ധനസഹായം ചെയ്യുന്നതാണ്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് ഉചിതമായ അവസരം വന്നെത്തുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ. തുലാക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യഭാവമായ 9ാം ഇടത്തിൽ നിന്നും കർമ്മഭാവമായ 10ാം ഇടത്തിലേക്ക് സംക്രമിക്കുകയാണ്. ഇതത്ര അനുകൂലമാണെന്ന് പറയാനാവില്ല. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടന്നേക്കില്ല. സേവനത്തിനനുസരിച്ചുള്ള വേതനം കിട്ടാൻ സമ്മർദ്ദം ചെലുത്തേണ്ട സ്ഥിതി വരാം. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതായിരിക്കും. ചിലവിനങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കാനിടയുണ്ട്. യാത്രാക്ലേശം അനുഭവപ്പെടാം. ബിസിനസ്സിൽ ലാഭം കുറയും. യാത്രകൾ നീട്ടിവെക്കാനുള്ള സാഹചര്യം കാണുന്നു. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ ലാഭഭാവമായ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നത് അഭിവൃദ്ധിയുണ്ടാക്കും. പദവികൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. രാഷ്ട്രീയ വിജയം ഒരു സാധ്യതയാണ്. കുടുംബത്തിൽ സമാധാനം നിറയും. പ്രണയ തടസ്സങ്ങൾ അകലും. അവിവാഹിതർക്ക് വിവാഹ തീരുമാനം ഭവിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. മനസുഖം വന്നുചേരും. വിരോധികൾ ഇണങ്ങാനിടവരും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ 9ാം ഇടത്തിലേക്ക് മാറുന്നു. ഇത് പല നിലക്കും അനുകൂലമായിരിക്കും. ശുക്രന്റെ ഭാഗ്യഭാവ സഞ്ചാരം തൊഴിൽ തേടുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തുന്നതാണ്. കലാപരമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും. മനസ്സിനിണങ്ങുന്ന വിഷയത്തിൽ അന്യനാട്ടിൽ ഉപരിപഠനത്തിന് അവസരം സംജാതമാകും. ചിട്ടി, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് ഇവയിലൂടെ ധനാഗമം കൈവരുന്നതായിരിക്കും. പിതൃപുത്ര ബന്ധം കൂടുതൽ ഊഷ്മളവും ഗാഢവുമാവും. സ്വാശ്രയ ബിസിനസ്സിൽ സ്വാഭാവിക വളർച്ച പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും. ഇഷ്ടവസ്തുക്കൾ നേടാനാവും. അനുരാഗം പുഷ്പിതമാവും. വാഹനയോഗമുണ്ട്. അകന്നുകഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിക്കുന്നതാണ്. കുടുംബത്തിൽ സംതൃപ്തിയും സമാധാനവും വന്നെത്തും. സുരക്ഷിതമായ ധനനിക്ഷേപങ്ങളും സാധ്യതയാണ്. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ 10ാം ഇടത്തിൽ സഞ്ചരിക്കുകയാൽ ഉപജീവന രംഗത്തിൽ സമ്മർദ്ദങ്ങൾ വരാനിടയുണ്ട്. തൊഴിൽ മാറുന്നത് ഉചിതമായേക്കില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കരുതലുണ്ടാവണം. അടുത്തതായി ധനുക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം 1ാം പാദം. ധനുക്കൂറുകാർക്ക് അനിഷ്ടപ്രദമായ 7ാം ഇടത്തിൽ നിന്നും ഇഷ്ടഭാവങ്ങളായ 8ലേക്കും 9ലേക്കും സഞ്ചരിക്കുകയാണ് ശുക്രൻ. പിണങ്ങി നിന്നവർക്ക് ഇണങ്ങാൻ അവസരമുണ്ടാകും. പ്രണയം സഫലമാവുന്നതാണ്. കൂട്ടുകച്ചവടത്തിലെ അപസ്വരങ്ങൾ പരിഹരിച്ച് ഐക്യത്തോടെ വീണ്ടും മുന്നോട്ടു പോകാൻ കഴിഞ്ഞേക്കും. ആഘോഷങ്ങൾ മഹനീയമായ അനുഭവമായി മാറും. സാമ്പത്തികമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. കൂട്ടുകെട്ടുകൾ ദൃഢമാകും. രോഗങ്ങളാൽ വലയുന്നവർക്ക് ചികിത്സാ മാറ്റത്തിലൂടെ പൂർവ്വസ്ഥിതി കൈവരിക്കാനാകും. ഗവേഷണ പ്രബന്ധം എഴുതാനാവശ്യമായ വസ്തുതകൾ ശേഖരിക്കുന്നതാണ്. രാഷ്ട്രീയ സ്വാധീനം ഉയർന്നേക്കും. നവസംരംഭങ്ങൾ ജനപ്രീതി നേടും. ഗൃഹനവീകരണം പൂർത്തിയായി കയറിത്താമസം സാധ്യമാവുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ് ഇവകളിൽ നിന്നും ആദായം വന്നെത്തും. മക്കളെ സംബന്ധിച്ച ഉത്കണ്ഠകൾക്ക് ശുഭപരിണാമം പ്രതീക്ഷിക്കാം. സഹോദരാനുകൂല്യം, ബന്ധുപ്രീതി, മാതാപിതാക്കൾക്ക് ആരോഗ്യ സൗഖ്യം എന്നിവയും ഫലങ്ങളിൽ ഉൾപ്പെടും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. മകരക്കൂറുകാർക്ക് ശുക്രൻ 6ാം ഇടത്തിൽ നിന്നും 7ലേക്കും പിന്നീട് 8ലേക്കും മാറുന്നു. സമ്മിശ്രമായ ഫലങ്ങളാവും പ്രായണ വരിക. ദേഹാസ്വാസ്ഥ്യം കുറയാം. പണച്ചെലവ് അധികരിക്കുന്നതാണ്.
പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവ മാറ്റിവെക്കാൻ സാധ്യത കാണുന്നു. വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക ഉചിതം. പൊതുപ്രവർത്തകർ ആരോപണങ്ങളെ നേരിടുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അമളി പിണയാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം നല്ല കരുതൽ വേണം. ഗൃഹനിർമ്മാണത്തിൽ തടസ്സങ്ങളുണ്ടാവും. പ്രണയിക്കുന്നവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ദാമ്പത്യത്തിലും അലോസരങ്ങൾക്ക് സാധ്യത. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ താല്പര്യം കുറയുന്നതാണ്. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് ഗുണാനുഭവങ്ങൾക്ക് കാരണമാകും. സുഖഭോഗമുണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കാം. ആദായം വർദ്ധിക്കുന്നതാണ്. വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും. ഇഷ്ടജനങ്ങളുമായി കൂടിച്ചേരാനാകും. കലാപ്രവർത്തനങ്ങൾ ആളുകൾ അംഗീകരിക്കും. അതുവഴി അഭിമാനമുണ്ടാകും. അടുത്തതായി കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. കുംഭക്കൂറുകാർക്ക് പഞ്ചമഭാവത്തിൽ നിന്നും ഷഷ്ഠ സപ്തമ ഭാവങ്ങളിലേക്കാണ് ശുക്രൻ സംക്രമിക്കുന്നത്. 6, 7, 10 എന്നീ 3 ഭാവങ്ങളിൽ മാത്രമാണ് ശുക്രൻ ഗോചര സഞ്ചാരത്തിൽ പ്രതികൂലനാവുന്നത്. ഇഷ്ടകാര്യങ്ങളിൽ വിളംബമോ വിഘാതമോ അനുഭവപ്പെടാം. പരിശ്രമങ്ങൾ ആവർത്തിച്ചാൽ മാത്രമാണ് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുക. സുഹൃത്തുക്കളിൽ നിന്നും ചതി പറ്റാനിടയുണ്ട്. പങ്കാളിത്ത കച്ചവടത്തിൽ സ്വൈര്യക്കേടുകൾ ഉണ്ടാകാം. നല്ല ലാഭം കിട്ടേണ്ടിടത്ത് നാമമാത്രമായ അനുഭവങ്ങൾ ഉണ്ടാവാനും സാധ്യത കാണുന്നു. നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചാലും ദുഷ്പേരുണ്ടായേക്കാം. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ വിവാഹാലോചനകൾ അല്പം മന്ദഗതിയിലാവാനുള്ള സാധ്യതയും കാണുന്നു. ഭൂമി കച്ചവടത്തിൽ കബളിപ്പിക്കാനിടയുള്ളതിനാൽ ജാഗ്രത അനിവാര്യമാണ്. അല്പലാഭം കൊണ്ട് സന്തോഷപ്പെടേണ്ടതായി വരും. പുതുസംരംഭങ്ങൾ ആരംഭിക്കരുത്. വാക്കും കർമ്മവും പൊരുത്തപ്പെടാൻ ശ്രദ്ധ പുലർത്തണം. യാത്രകളിലും കരുതലുണ്ടാവണം. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ഇപ്പോൾ സമയം ഉചിതമല്ല. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് 4-ാം ഇടത്തിൽ നിന്നും 5-ലേക്കും 6-ലേക്കും ശുക്രൻ സഞ്ചരിക്കുകയാൽ അനുകൂല ഫലങ്ങൾക്ക് മുൻതൂക്കമുണ്ടാവും. ഭാവനാപരമായും സൃഷ്ടിപരമായും നല്ല കാലമാണ്. രചനകൾ ശ്രദ്ധ നേടുന്നതായിരിക്കും. അഭിനയം, സംഗീതം, ചിത്രകല, പരസ്യമേഖല, കോസ്റ്റ്യൂം ബിസിനസ് എന്നീ രംഗത്തുള്ളവർക്ക് ഗുണം ഉണ്ടാവുന്ന കാലമാണ്. മക്കൾക്കും മക്കളെ കൊണ്ടും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയുണ്ടാകും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കാനാവും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ സ്വതന്ത്ര ചുമതല കൈവരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസാധ്യം പ്രതീക്ഷിക്കാം. കടം കൊടുത്ത തുക തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. സെപ്റ്റംബർ 14 മുതൽ ശുക്രൻ 6-ാം ഇടത്തിൽ സഞ്ചരിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിക്കാനിടയുണ്ട്. ദുരാരോപണങ്ങളെ കരുതലോടെ നേരിടാൻ തയ്യാറാവണം. അതുപോലെ ആഡംബര ചെലവുകൾ കൂടാനുള്ള സാധ്യത കാണുന്നു. അത് കടബാധ്യതയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം കാണുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ മാത്രം ചിലവുകൾ ചെയ്യുക. ബന്ധുത്വം, സൗഹൃദം എന്നിവയിൽ ജാഗ്രത വേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.